എന്നുള്ള ഓർമ്മ വരുന്നില്ലേ? ഉമ്മയുടെ ചെവിയിലും അതേപോലെ കൈകളിലും കാളുകളിലും ഉണ്ടായിരുന്ന പല സ്വർണങ്ങളുണ്ടായിരുന്നു. അതെല്ലാം വീതിച്ചെടുത്തു ആണുമക്കളും പെണ്ണുമക്കളും. ബാപ്പയുടെ സ്ഥലമുണ്ടായിരുന്നു, അതിന്റെ ഓഹരിയും അതേപോലെ എടുത്തു വാങ്ങി. അങ്ങനെ പലതും പല രീതിയിൽ അനുഭവിക്കുകയാണ് ആണുമക്കളും പെണ്ണുമക്കളും. എന്നിട്ട് ഉമ്മയും ഉപ്പയും നിന്റെ വീടിന്റെ മുറ്റത്ത് വന്ന് യാചിക്കുകയാണ്, മക്കളെ എന്റെ സ്വർണം കൊണ്ടിട്ടാണ് നീ ജീവിക്കുന്നത്, എന്റെ വീട്ടിലാണ് നീ ജീവിക്കുന്നത്, എന്റെ തോട്ടം എന്റെ പറമ്പും കൊണ്ടിട്ടാണ് നീ ജീവിക്കുന്നത്, ഞാൻ പഠിപ്പിച്ച വിദ്യാഭ്യാസങ്ങളിലാണ് നീ ജീവിക്കുന്നത്, എന്റെ ചോരയാണ് നിന്റെ നാടി നരമ്പിലുകളിലൂടെ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് മോനെ ഞങ്ങളൊന്ന് ഓർക്കുന്നില്ലേ? ഞങ്ങളത് അനുഭവിക്കുക മാത്രമാണോ? ഒന്ന് ഓർക്കുന്നില്ലേ? ഒന്ന് ദുആ ചെയ്യുന്നില്ലേ? ഞങ്ങളിന്ന് കഷ്ടത്തിലാണ്, ഞങ്ങളിന്ന് ഖബറിലാണ്, ഞങ്ങളിന്ന് ഇരുട്ടത്താണ്, ഞങ്ങൾക്ക് പ്രകാശമില്ലടോ, ചരിയാനും അറിയാനും കഴിയുന്നില്ലടോ, എഴുന്നേറ്റിരിക്കാനും കഴിയുന്നില്ലടോ. നിങ്ങളുടെ ദുആ കൊണ്ടല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ലടോ. ഒന്ന് നമുക്ക് ദുആ ചെയ്യുമോ? നിന്റെ വാപ്പ നിന്റെ വീട് മുറ്റത്ത് വെച്ച് യാചിക്കുകയാണ്, നിന്റെ ഉമ്മ യാചിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരാ, നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ യുവാക്കള്, നമ്മുടെ യുവതികള് ആ നല്ല നല്ല ദിവസങ്ങളിൽ വെച്ചിട്ട് പടച്ചവന് നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് വന്നിട്ട് യാചിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന പതിവുണ്ടോ? മറ്റന്നാള് അല്ല, നാളെ അല്ലേ, നാളെ രാത്രിയാണ്. എന്തിരെ ഞങ്ങളെ ഭാഷയിൽ ചെല്ലുക, നാളെ ജാവുകായിട്ട് കിട്ടും ഞങ്ങളുടെ റായത്തില്. പിന്നെ ബറാഅത്ത്, എന്തൊരു ബറാഅത്ത് ചെന്നെങ്കിൽ തപ്പുടെല്ലാം ദൂറാക്കിയിട്ട് നല്ലതെല്ലാം ജീവനത്തിൽ അള്ളവടിക്കാക്കിയിട്ട് സുന്ദരമായ ടൈമോ. എത്ര ആളുള്ളവർ യാസിനോതുവർ യാസിൻ്റെ ദ്വാരക്ക് വറുക. ഞങ്ങളെ ബുദ്ധി മാത്രം നായുടെ വീലത്തെ വണ്ടിലിട്ടതുപോലെ അതെന്ത് ജാറി പോലെ തകരം ഗട്ടിക്കർ. ഞങ്ങൾ ഇപ്പോൾ സുധാരളപ്പ ഈ ദുനിയാവി നമ്മൾ അടിമേലായിട്ട് എല്ലാ ബെടക്കത്തരത്തെ പിറകളും ഞങ്ങളെ പാലക്കാർ ഇവിടെ പോയി നോക്കുമ്പോഴത്തേക്കും സർവ്വ ഹാലാക്കിയത്തും വന്ന് ശരിയിട്ടുള്ളത് ഞങ്ങൾക്ക് കാണ്ടിൽ വേറെന്തും വേണ്ട. ഞങ്ങളെ ബാബരി മസ്ജിദ് മൈ ഒരു ഉപദേശ അത്ര കണക്കിൽ ഒരു വാല് വേണ്ട. 500-400 ചില്ലര വർഷത്തോളം അള്ളാഹുക്ക് സുജൂദിട്ട പള്ളിയത് ലാസ്റ്റ് ആറോ വന്നിട്ട് പൊടിയാക്കി വിട്ടാർ. ഗവൺമെന്റ് പൊടിയാക്കിയിട്ടല്ല, ആറോ പൊടിയാക്കി വിട്ടാർ. അതിന് ദുനിയാവിൽ നിന്ന് എല്ലാ ആളുമാറും ദ്വാരം നിറവും. അള്ളച്ചോനെ ബാബരി മസ്ജിദ് സലാമത്താക്കറബേ എവിടെയുള്ള ദ്വാരം നിറ്? മക്കത്തെയും മദീനത്തെയും പള്ളിയിലെ സമയത്ത് ലക്ഷക്കട്ടല വേണ്ട ഹജ്ജാജ് മാറും ഉംറത്തുക്ക് വേണ്ട ആളും മാറങ്ങളെ പാടെ അവിടുത്തെ പള്ളിയുടെ ഇമാമു ദ്വാരം അല്ലാഹുമ്മ സല്ലിം മസ്ജിദൽ ബാബരി, അല്ലാഹുമ്മ സല്ലിം മസ്ജിദൽ ബാബരി. ലക്ഷക്കട്ടല ബണ്ട മുസൽമാനായിട്ട് കിടാമീൻ ചെന്നത് ദ്വാരക്കട ജാഗ ദുആത്ത് ഉത്തരക്കിട്ട പവിത്രമായി ഏറ്റവും വലിയ ജാഗയായിട്ട് കിട. ആ ജാഗല ദ്വാരം ദുആത്ത് ഉത്തര ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപ്പാട്ടിയത്. അവിടെയുള്ള ദ്വാരം തായത്ത് ദുനിയാവിൽ നിന്ന് സകലമാന പള്ളിയിലും ജമാഅത്തുക്കും ദ്വാരം നിട്ടായത്ത്. ആ എങ്ക 1996 പള്ളിപൊടിയായി പോയത്. ഇണ്ട് ആ ജാഗല സുജൂദ് ഒരു ഇഞ്ച് ജാഗ സമയത്ത് ഇല്ലാത്ത രൂപത്തിൽ ആരാധന വേറെ ആരാധന നടന്നുകൊണ്ടുണ്ടോ മുസ്ലിമേ? അപ്പൊ ദ്വാരം എന്നിട്ട് എന്തായിട്ട് എന്തുമായിട്ടില്ല. എന്ത് അള്ളാഹു കേൾക്കില്ലേ? അള്ളാഹു കേൾക്കണു. നിങ്ങൾ വിചാരിച്ചത് നിങ്ങളെ കുന്തൂറിൽ കോച്ചക്കട്ടിലുള്ള പള്ളി നിസ്കരിക്കുകയല്ല ജാഗയാക്കി വെച്ചേ പടച്ചോൺ എപ്പോഴെങ്കിലും പുരുഷത്ത് കിട്ടിയപ്പോൾ വന്നെങ്കിൽ സുജൂദ് ഇട്ടിട്ട് പോട്ടലപ്പാ ഇവിടെന്തല്ല പള്ളിയില്ല എന്നൊക്കെ നിസ്കരിക്കൂ, പള്ളിയില്ല എന്തിനാ നാളെ അള്ളാഹു കേൾക്കട വേണ്ട ചെന്നിട്ട് അങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് വിചാരിച്ചിട്ടാ. അള്ളാഹ് പള്ളിയുടെ കാക്കോനുണ്ടെന്നില്ലളബ്ബ. ഫസ്റ്റ് സ്വാഗതഭാസ ആശംസഭാസത്തിന് ഒരു ഉസ്താദ് ചെന്ത് അല്ലേ എന്തിരെ അബ്രഹത്രയും കൂട്ടറും മക്കത്തെ പള്ളിയുടെ കഴബാലത്തെ പൊളിക്കുക വന്നപ്പോ അവിടെ നിന്നൊരു നല്ലൊരു മനുഷ്യ അയാൾ ചെന്ത് ഇതളബ്ബാ നന്റെ ഒട്ടകത്തെടുത്തു അത് നക്ക് തരും, അത് നണ്ടത്, അപ്പൊ ഇത് നിന്റത്, ഇത് അള്ളാവിടത്, അള്ളാവിടെ കഴബത്ത് അള്ള നോക്കിയോളാം, നന്റെ സാമണം നക്ക് തരും, നാടത്തും പോയി വേണ്ട എന്ത് ചെലോറുള്ള അതങ്ങനെ. അയാൾ ഓർത്തമിന്നെ ആ ഭൂലോകത്തിൽ കഴബാലത്തെ തെരിഞ്ഞാൾ അള്ളാഹുടെ തെരിഞ്ഞാൾ ഒരാളെ ഇന്ന് അയാൾ നിസ്കരിക്കുന്ന ആള്, അവിടെ തവാഫാക്കിട ആള്. അയാളെ കൊണ്ട് ഇത്ര വലിയൊരു സൈന്യത്തെ അയാൾക്ക് എതിരായിട്ട് യുദ്ധാക്കിടങ്കിൽ വിരുദ്ധമായിട്ട് യുദ്ധാക്കിയിട്ട് കാഴ്ബത്തെ രക്ഷപ്പെടുത്തുക അയാൾക്കെന്തും സാധ്യമില്ല. അപ്പ അയാൾ ചെന്ന് പടച്ചവനെ നന്റെ കൊണ്ട് ആവിടുന്നാണ് ആക്കും, നന്റെ ജീവ വെറുതെ പോകുണ്ടല്ലാണ്ട് നന്റെ കൊണ്ട് സലാമത്താക്കും സാധ്യമില്ല, നിക്കത് തരും, നന്റെ കാണാൻ ആരെ നിക്ക് തരും. അതുകൊണ്ട് നിന്റെ പള്ളി ഇന്നും വേണ്ട ആളുമാർക്കത് സുജൂദ്രക്ക് ബേണുണ്ട് കാണാൻ നിന്റെ പള്ളിയുടെ ബേണ് നീ നോക്കിയോ? നാണ് നന്റെ തട്ടി സലാമത്താക്കട ചെന്ന് അയാളെ റായപ്പെട്ടു.
അല്ലേ അയാൾ നാണിന് ഞാൻ മരിക്കണോടത്തോളം ജീവ പോയെങ്കില്ല കാപ്പത്തെ കാക്കട ചെന്ന് വെറുതെ ഇങ്ങനെ കാക്കണത്തിന് ഒരു കാര്യം അതിലുണ്ടാവല്ലേ ഇത്ര ആയിരക്കണക്കിന് ആൾമാർ പറയുമ്പോൾ എന്തിനാക്കടേ അയാൾ ദ്വാരനത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല കഅബയിൽ എത്ര രക്ഷപ്പെടുത്തിയ എന്തെങ്കിലും ചിലരുള്ള അത് അകത്തിൻ്റെ ഖിയാമത്ത് നാളത്തോളം പണ്ട ആൾമാർക്ക് കാരണം ദ്വാരുന്ന ആള് ആ കഅബത്തെ അകത്തിന്ന ആളായിട്ടിക്കട് അയാൾക്ക് അതിന് സലാമത്താക്കൊന്നും സാധ്യമില്ലാണ്ട് പിന്നെ അള്ളാഹു സലാമത്താക്കി കൊടുക്കാണ്ട് അയാൾക്ക് വേറെ തീർവില്ല ഉണ്ട് ഉണ്ട് ഞങ്ങൾ ദ്വാരക്കട എന്തിടത്തേക്ക് അള്ളാഹു ഞങ്ങളുടെ രാജ്യത്തിൽ പള്ളി സലാമത്താക്ക് ആർകളാ പള്ളിയിൽ സുബി ബാങ്ക് കൊടുക്കൂടെ സന്ദർഭത്തിൽ നിന്റെ റായത്ത് എത്ര ആള് മാറ് സുബി നിസ്കാരത്തേക്ക് പള്ളികളുള്ളത് ലുഹുറും അസറും മഗ്രിബും ഇശാ ബാങ്ക് കൊടുക്കൂടെ സന്ദർഭത്തില് നിന്റെ റായത്തെ ഖതീബ് ഉസ്താദ് ഇമാം ഉസ്താദ് സദർ ഉസ്താദ് ഇമാമത്ത് നിൽക്കുക കാത്ത് നിന്റെ ടിക്കറ്റോടെ വേറെ ഏത് സൊറയിൽ നിങ്ങൾ ഓടിയും പണ്ടാട്ടെ മുളു ബാങ്ക് കൊടുക്കും ഉസ്താദ് അയാളും അതേപോലെ ഏ ദുനിയാവിൽ നിന്ന് എങ്ങനെ പാറിയോണ്ട് തുള്ളിയോണ്ട് ബാങ്ക് ഒരു 2 നിമിഷം മുന്നുളെ പള്ളിക്ക് വന്നിട്ട് എത്ര ഒരു സമയം ഒരു 2 നിമിഷം ലേറ്റായിത്താ പിന്നെ തുറുത്തു മങ്ങസ പിടിച്ചിട്ട് അയാളോട് പാട്ട് പറ അല്ലേ 2 നിമിഷം ലേറ്റായെങ്കിൽ പിന്നെ ചെല്ലണ്ട ആകാശമേ പൊളിഞ്ഞു പോകുന്നത് പോലെ റായത്ത് 2 നിമിഷം ലേറ്റായിത്തില്ല അല്ല ചിലപ്പോൾ ഉറങ്ങിയിട്ട് ബാക്കിയായി പോയി അല്ലെങ്കിൽ എവിടെമോ ബ്ലോക്കിൽ ബാക്കിയായി പോയി എത്തില്ല ബാങ്ക് മുത്ത് കേട്ടില്ല പിന്നെ ചെല്ലണ്ട റായത്തിൽ കോമുകളെ വേമേ ഞങ്ങൾ ഉൾഗത്തിൽ പള്ളിയുടെ ഉൾഗത്തിൽ എല്ലാം പള്ളിക്ക് ಬಂತು ಎಲ್ಲ പാലക്കാട് ಬಂತು അയാളെ വിടണം അയാളെ പടത്തിൽ അയാളെ മുള്ളൂർ ബാങ്ക് കൊടുത്തിട്ടില്ല അയാൾക്ക് ബാങ്ക് കൊടുക്കും കഡ്ഡായി എന്തില്ലടാ അയാൾക്ക് നിങ്ങൾ റായത്തങ്ങ് ഉത്തരവാദിത്വം കൊടുത്തറ പണീർ അയാൾ ആക്കിണ്ട് മാത്രം മനുഷ്യല്ലേ ഇറക്കൊരടി പറു അയങ്ക അയാളെ നീ പാട്ടിരാറോടെ നിന്റെ റായത്തെ പള്ളിയിൽ എന്തെങ്കിലും നീ പാട്ടിരെ ചെല്ലൂളാ ബാങ്ക് കൊടുക്കൂ എന്തെങ്കിലും ഈ ബാങ്ക് കൊടുക്കൂടെ നിനക്ക് പണിക്ക് പോകുക ടൈം ആയതിന് ചൊല്ലക എനിക്കൊരുള്ള കൂലി പണിക്ക് ടൈം ആയിട്ടില്ല എനിക്ക് പൊറലെനിക്കൊരുള്ള ഞാൻ റോഡ് പാട്ടൊക്കെ വേനായിട്ടാ അല്ല മോന്തി ആയിട്ടില്ല ഇന്ന് കണ്ണ് കാണില്ല നിങ്ങൾ ഒത്തു വന്നിട്ട് സേറുള്ള ചെന്നത് പകരി ബാങ്ക് കൊടുക്കൂടെ അയാൾ അല്ല ബദലക്ക് നിങ്ങൾ കുറെ ജോബിലും ഡ്യൂട്ടിയിലേക്ക് എപ്പോഴും